അന്ന് രാവിലെ മുതൽ പോലീസ് വയർലെസ്സുകളുടെ സിഗ്നലുകൾക്കിടയിൽ ഒരു ബീപ്പ് ശബ്ദം കയറി വരുന്നുണ്ട്. സാധാരണയായി സിഗ്നലുകളെ തടസ്സം വരുത്തുന്ന രീതിയിൽ ഇത്തരം ബീപ്പ് ശബ്ദങ്ങൾ കയറി വരാറുണ്ട്. അതിനെയും അവർ അതുപോലെ തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അന്ന് രാവിലെ ഒരു കോൾ വന്നിരുന്നു. നഗരത്തിൽ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാക്കുന്ന ഒരു സ്ഫോടനം ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കോൾ. ഒരു പ്രാങ്ക് കോൾ എന്നതിലുപരി ആ ഒരു കോളിന് വലിയ പ്രസക്തിയൊന്നും പോലീസുകാർ നൽകിയിരുന്നില്ല. എന്നാൽ മറ്റൊരു കോൾ ആ ചിന്തകളെ മാറ്റിമറിക്കുന്നതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ വയർലെസ്സുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ബീപ്പ് ശബ്ദം ആ സ്ഫോടനത്തിന്റെ മുന്നോടിയാണ് എന്നും ഈ ബീപ്പ് ശബ്ദം നിലയ്ക്കുമ്പോൾ സ്ഫോടനം സംഭവിക്കും എന്നുമായിരുന്നു ആ കോൾ. അതോടുകൂടി പോലീസുകാർ ഭയന്നു പോവുകയായിരുന്നു. നഗരത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ സ്ഥലം റെയിൽവേ സ്റ്റേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷ ശക്തമാക്കാൻ അവർ തീരുമാനിച്ചു. ഇതൊന്നും അറിയാതെ ജനങ്ങൾ അവരുടെ തിരക്കുകളിൽ മുഴുകുകയായിരുന്നു. എന്നാൽ പോലീസുകാരുടെ ശ്രദ്ധ മുഴുവൻ വയർലെസ്സിലെ ബീപ്പ് ശബ്ദത്തിൽ. പതിയെ വയർലെസ്സിലെ ബീപ്പ് ശബ്ദത്തിന്റെ ഇടവേളകൾ കുറഞ്ഞു തുടങ്ങി. അത് ദ്രുതഗതിയിലായി. പോലീസുകാരുടെ ഹൃദയമിടിപ്പും പതിയെ ബീപ്പ് ശബ്ദം നിലച്ചു. ഇപ്പോൾ പോലീസുകാരുടെ ഹൃദയമിടിപ്പുകൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ. അവർ ആ സ്ഫോടനത്തിന്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്തു. പലപ്പോഴും സ്ഫോടനങ്ങളെക്കാൾ കൂടുതൽ നമ്മെ ഭയപ്പെടുത്തുന്നത് സ്ഫോടനത്തിന് തൊട്ടു മുമ്പെയുള്ള നിമിഷത്തെ നിശബ്ദത തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബീപ്പ് ശബ്ദം നമ്മെയും പിന്തുടരുന്നുണ്ടെങ്കിലും, അതായത് എന്തിൻ്റെ മുന്നോടിയാണെന്നറിയാത്തൊരു ബീപ്പ് ശബ്ദം ലോകത്തെ സകലമാന ജനങ്ങൾക്കിടയിലും നിഗൂഢമായി ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിലും, അങ്ങനൊരു ബീപ്പ് ശബ്ദത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മെ പിന്തുടരുന്ന ഒരു ബീപ്പ് ശബ്ദത്തെക്കുറിച്ച്, ദ ബസർ എന്നറിയപ്പെടുന്ന ഗോസ്റ്റ് റേഡിയോ സ്റ്റേഷനെ കുറിച്ച്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക്. നമ്മളൊക്കെ ഒരുപാട് യാത്രകൾ പോകുന്ന ആളുകളാണ്. പലപ്പോഴും ബസ് സ്റ്റേഷനുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും അലക്ഷ്യമായി കിടക്കുന്ന ഒരു ബാഗ് കണ്ടാൽ നമ്മളൊക്കെ പരിഭ്രമിക്കാറുണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു ബാഗിൽ നിന്നും ഒരു ബീപ്പ് ശബ്ദം കൂടി കേട്ടാലോ? ഭയപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല, അല്ലേ? പലപ്പോഴും ഇത്തരം ശബ്ദങ്ങൾ നിഗൂഢതയിലേക്കാണ് കഴിച്ചുകൊണ്ടുന്നത്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് വേവ് റേഡിയോ സ്റ്റേഷനെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഒരു വിവരവും നൽകാത്ത, ഏതാണ്ട് 30 വർഷത്തിൽ കൂടുതലായി ജനങ്ങളെ മുഴുവൻ പരിഭ്രമത്തിലാഴ്ത്തുന്ന ഒരു ഷോർട്ട് വേവ് റേഡിയോ സ്റ്റേഷനെ കുറിച്ച്, UVB 76. എന്താണ് ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ്? നമുക്കറിയാം റേഡിയോ സ്പെക്ട്രത്തെക്കുറിച്ച്, അല്ലെ? അതായത് 3 kHz മുതൽ 300 GHz വരെ നീണ്ടു കിടക്കുന്ന ഫ്രീക്വൻസികളെ കുറിച്ച്. ഇത്തരം ഫ്രീക്വൻസികൾ നമ്മൾ പല പല പേരുകളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? VLF, LF, MF, HF, അങ്ങനെ ഒരുപാട് ഫ്രീക്വൻസികളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 MHz മുതൽ 30 MHz വരെയുള്ള ഫ്രീക്വൻസികളെയാണ് ഹൈ ഫ്രീക്വൻസി അഥവാ ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഈ എയർ വേവ്സിനെ, ഈ റേഡിയോ വേവ്സിനെ നമ്മളൊരു ഇന്റർനെറ്റ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഡാർക്ക് വെബാണ് HF എന്ന് പറയുന്നത്. അതായത് എയർ വേവ്സിലെ ഏറ്റവും നിഗൂഢമായ ഭാഗമാണ് HF. എന്താണ് ഡാർക്ക് വെബ് എന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മുടെ ഇന്റർനെറ്റിൽ തന്നെ ക്രൈം പ്രാക്ടീസസ് നടക്കുന്ന സ്ഥലങ്ങളെ, നിഗൂഢമായിരിക്കുന്ന ഒരു സ്ഥലത്തെ നാം വിളിക്കുന്ന പേരാണ് ഡാർക്ക് വെബ് എന്ന്. അതേപോലെ നമ്മളുടെ റിയൽ വേൾഡിൽ നിഗൂഢമായിരിക്കുന്ന ചില സ്ഥലങ്ങളെ നാം വിളിക്കുന്ന അണ്ടർവേൾഡ് അല്ലെങ്കിൽ അധോലോകം എന്ന്. ഇതുപോലെ നമ്മുടെ എയർവേസിൽ ഏറ്റവും നിഗൂഢമായിരിക്കുന്ന ഒരു സ്ഥലമാണ് HF അല്ലെങ്കിൽ ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ് എന്ന് പറയുന്നത്.
മോസ്കോയുടെ വടക്കുഭാഗത്തുള്ള ഒരു വിജനമായ വനത്തിലെ തുരുമ്പിച്ച ടവറിൽ നിന്നും ചില നിഗൂഢമായ റേഡിയോ സിഗ്നൽസ്, ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ് പ്രക്ഷേപണം ചെയ്യുന്നു. 1992 മുമ്പ് ഏതാണ്ട് 10 വർഷത്തോളം വെറും ബീപ്പ് ശബ്ദം മാത്രമായിരുന്നു ഈ റേഡിയോ സ്റ്റേഷനിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ബീപ്പ് ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 22 അല്ലെങ്കിൽ 34 എണ്ണം വരുമായിരുന്നു. അതായത് ഓരോ ബീപ്പ് ശബ്ദത്തിനും ഏതാണ്ട് 2 സെക്കൻഡിൽ കൂടുതൽ നീളമുണ്ടായിരുന്നു എന്ന് സാരം. മോസ്കോയിലെ പോവറോവ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു മിനി മിലിറ്ററി സിറ്റിയിൽ നിന്നുമാണ് ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് എന്ന് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ 1992 ശേഷം, ഏതാണ്ട് ആഴ്ചകൾക്ക് ശേഷം, ഈ ഒരു റേഡിയോ സ്റ്റേഷനിലൂടെ ഒരു പുരുഷന്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചു. അയാൾ സംസാരിച്ചത് ചില റഷ്യൻ പേരുകളാണ്. ആ റഷ്യൻ പേരുകൾക്ക് ശേഷം ചില അക്കങ്ങളും ചില അക്ഷരങ്ങളും അയാൾ പറഞ്ഞു. അതിനുശേഷം വീണ്ടും ബീപ്പ് ശബ്ദം തുടരുകയായിരുന്നു. പലപ്പോഴും ഈ സ്റ്റേഷനിലൂടെ കേട്ട ബസർ ശബ്ദങ്ങളുടെയും ബീപ്പ് ശബ്ദങ്ങളുടെയും ആംപ്ലിറ്റ്യൂഡും പിച്ചും മാറിക്കൊണ്ടേയിരിക്കുമായിരുന്നു. റഷ്യയുടെ ശീതകാല യുദ്ധത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ റേഡിയോ സ്റ്റേഷൻ ശ്രദ്ധയിൽപ്പെട്ടത്. ആ കാലഘട്ടങ്ങളിൽ ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ് ഡീകോഡ് ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തുന്ന ചില സംഘങ്ങൾ തന്നെയുണ്ടായിരുന്നു. പലപ്പോഴും നിഗൂഢമായ രഹസ്യങ്ങൾ പങ്കുവെക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് തന്നെയായിരുന്നു ഷോർട്ട് വേവ് റേഡിയോ തരംഗങ്ങൾ. പക്ഷേ ബീപ്പ് ശബ്ദമല്ലാതെ മറ്റൊന്നും ഇതിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമായി ഈ സ്റ്റേഷനിൽ നിന്നും ലഭിച്ച അക്ഷരങ്ങളും സംഖ്യയുമാണ് UVB 76. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഷനെ അവർ വിളിച്ചു UVB 76 അഥവാ ദ ബസർ. എന്താണ് എന്ന് തിരിച്ചറിയാനാവാത്ത എന്തിനെയോ ആണ് തങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് UVB 76 നിരീക്ഷിക്കുന്ന ഓരോ ആളുകളും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഒരു വലിയ കാലയളവിന് ശേഷം 2010 ജൂൺ 5 ആ ബസർ ശബ്ദം നിലയ്ക്കുകയായിരുന്നു. ഒരറിയിപ്പുമില്ലാതെ, ഒരു വിശദീകരണവുമില്ലാതെ. എന്നാൽ കൃത്യം ഒരു മാസത്തിനു ശേഷം 2010 ജൂലൈയിൽ ആ ബീപ്പ് ശബ്ദം, ആ ബസർ ശബ്ദം വീണ്ടും തുടങ്ങുകയായിരുന്നു. യാതൊന്നും സംഭവിക്കാത്തതുപോലെ. UVB 76 തന്റെ ബീപ്പ് ശബ്ദം തുടർന്നുകൊണ്ടേയിരുന്നു അടുത്ത ഓഗസ്റ്റ് തുടക്കം വരെ. എന്നാൽ ഓഗസ്റ്റ് തുടക്കത്തിൽ ചെറിയൊരു തടസ്സത്തോടുകൂടി ആ ബീപ്പ് ശബ്ദം നിലയ്ക്കുകയും എന്നാൽ വീണ്ടും തുടങ്ങുകയും ചെയ്തു. ഓഗസ്റ്റ് 25, 2010 UVB 76 എന്ന നിഗൂഢ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വഴിത്തിരിവായ ദിവസമായിരുന്നു. സാധാരണ പോലെ അന്ന് ബീപ്പ് ശബ്ദം നിലച്ചു. എല്ലാവരും പ്രതീക്ഷിച്ചത് ചില റഷ്യൻ പേരുകളും അക്കങ്ങളും അക്ഷരങ്ങളുമായിരുന്നു. എന്നാൽ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർ കേൾക്കുന്നത് ഒരു കാൽ പെരുമാറ്റമായിരുന്നു. ആരോ ഒരാൾ ഏതോ ഒരു മുറിയിൽ എന്തൊക്കെയോ പെരുമാറുന്നത് പോലുള്ള ശബ്ദം. അവർ പ്രതീക്ഷിച്ചത് UVB 76 എന്ന നിഗൂഢ റേഡിയോ സ്റ്റേഷന് പിന്നിലുള്ളയാൾ മറനീക്കി പുറത്തു വരികയാണ് എന്നതാണ്. അല്പനേരത്തിന് ശേഷം അവരെ നിരാശരാക്കിക്കൊണ്ട് വീണ്ടും ബീപ്പ് ശബ്ദം തുടരുകയായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും അവർ മനസ്സിലാക്കിയ ഒരു കാര്യം നിരീക്ഷകർ ഉറപ്പിച്ചു പറയുന്നു. നാം ഇതുവരെ കേട്ട റഷ്യൻ പേരുകളും അക്കങ്ങളും നമ്പറുകളും ബീപ്പുകളും എല്ലാം പ്രീ റെക്കോർഡഡ് ആയിരുന്നില്ല. അവയെല്ലാം ലൈവായ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് ആരോ പ്രക്ഷേപണം ചെയ്യുന്നതാണ് എന്നതായിരുന്നു. സെപ്റ്റംബർ 7, 2010 വീണ്ടും ആ ബസർ ശബ്ദം നിലയ്ക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷം പ്രതീക്ഷിച്ചതുപോലെ ഒരു പുരുഷ ശബ്ദത്തിൽ ചില റഷ്യൻ പേരുകളും അതിനുശേഷം ചില അക്കങ്ങളും അക്ഷരങ്ങളുമായിരുന്നു കേട്ടത്. മിഖായിൽ, ഡിമിട്രി, സെന്യ, ബോറിസ്. ഈ 4 റഷ്യൻ പേരുകളാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 4 പേരുകളുടെ ആദ്യാക്ഷരങ്ങൾ എടുത്ത് MDZHB, ഈ അക്ഷരങ്ങൾ എടുത്താണ് പിന്നീട് റേഡിയോ സ്റ്റേഷൻ അറിയപ്പെട്ടത് MDZHB. സെപ്റ്റംബർ 7 ശേഷം വലിയൊരു മാറ്റം സംഭവിച്ചത് അതിന്റെ റേഡിയോ സ്റ്റേഷന്റെ ലൊക്കേഷൻ ഒരു മാറ്റം സംഭവിച്ചു എന്നത് തന്നെയാണ്. തുടക്കത്തിൽ പോവറോവ എന്ന് പറയുന്ന ഗ്രാമത്തിലെ മിനി മിലിറ്ററി സിറ്റിയിലാണ് ഇതിന്റെ ലൊക്കേഷൻ കാണിച്ചത് എങ്കിൽ ഇപ്പോഴുള്ളത് മോസ്കോയുടെ അതിർത്തി ഗ്രാമമായ ടൗൺ ഓഫ് സ്കോഫിലാണ്. എന്നാൽ സംപ്രേഷണം ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ടുമില്ല. ഇപ്പോഴും ഉത്തരം കിട്ടാത്ത നിഗൂഢതകളുടെ പട്ടികയിലാണ് UVB 76. ഷോർട്ട് വേവ് റേഡിയോ സ്റ്റേഷനുകൾ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന അക്കങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് ഹോബിയായി കാണുന്ന ഒരുപാട് പേർ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇന്നും നമുക്കിടയിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട്. ഇന്റർനെറ്റിൽ നിന്നും ചില സൈഫറുകൾ എടുത്ത് അതിനെ ഡീകോഡ് ചെയ്ത് രഹസ്യങ്ങൾ കണ്ടെത്തുന്നവർ. ഉദാഹരണത്തിന് സിക്കാഡ. UVB 76 സംപ്രേഷണം തുടങ്ങിയ സമയത്ത്
അത്തരം ഡീകോഡേഴ്സ് കുറവായിരുന്നുവെങ്കിലും എസ്റ്റോണിയൻ ടെക് ഓൺട്രപ്രണറായ ആൻഡ്രൂസ് അസ്ലെറ്റ് UVB-76 ഒരു ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അതുവഴി ലോകത്തുള്ള പല രാജ്യങ്ങളിലുള്ളവരും ഈ സ്റ്റേഷൻ നിരീക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇന്റർനെറ്റിന്റെ പഴയകാല രൂപമാണ് ഷോർട്ട് വേവ് റേഡിയോ സിഗ്നൽസ് എന്നാണ് ആസ്ലെഡിന്റെ വാദം. UVB-76 എന്ന നിഗൂഢ റേഡിയോ സ്റ്റേഷൻ അന്നുവരെ വീക്ഷിച്ചിരുന്നത് ആയിരക്കണക്കിന് ആളുകളായിരുന്നുവെങ്കിൽ ഓൺലൈൻ സ്ട്രീമിങ്ങിന് ശേഷം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് UVB-76 എന്ന നിഗൂഢ റേഡിയോ സ്റ്റേഷൻ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആസ്ലെഡ് ചെയ്തത് 20-ാം നൂറ്റാണ്ടിൽ നഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു മാധ്യമം 21-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു. UVB-76 ഒരു നമ്പർ സ്റ്റേഷനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചാരന്മാർക്കും ചില ഏജന്റുകൾക്കും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്ന സ്റ്റേഷനുകളാണ് നമ്പർ സ്റ്റേഷനുകൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്പർ സ്റ്റേഷനുകൾ അവരുടെ സന്ദേശങ്ങൾ 5 ഗ്രൂപ്പുകളായിട്ട് ഇടവേളകളിട്ടാണ് അയച്ചു കൊടുക്കാറ്. അത് ഇത്തരം സന്ദേശങ്ങളെ ഡീക്രിപ്റ്റ് ചെയ്യുന്നത് പ്രയാസകരമാക്കുന്നു. ഇത്തരം സന്ദേശങ്ങൾ സ്വീകരിക്കുന്നവരുടെ കയ്യിൽ ഒരു കീ ഉണ്ടാവും. ആ കീ ഉപയോഗിച്ചിട്ടാണ് ഇവരിത് ഡീകോഡ് ചെയ്യുന്നത്. ആ കീ ഇല്ലാതെയും നമുക്ക് ഇത്തരം സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യാൻ സാധിക്കും. അതിന് നല്ല ബുദ്ധി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ആവശ്യമുണ്ട്. ലിങ്കൺ ഷെയർ പോച്ചർ, HM01 തുടങ്ങിയ നമ്പർ സ്റ്റേഷനുകൾ ഇതിനുള്ള ഉദാഹരണങ്ങളാണ്. കോനറ്റ് പ്രോജക്റ്റ് 1997 പുറത്തിറങ്ങിയ ഇത്തരം രഹസ്യ റെക്കോർഡിങ്ങുകളുടെ ഒരു കളക്ഷനാണ് കോനറ്റ് പ്രോജക്റ്റ്. അമേരിക്കൻ ഫിലിം ഡയറക്ടറായ കാമറൂൺ ക്രോ തന്റെ വനില സ്കൈ എന്ന് പറയുന്ന സിനിമയിൽ ഇത്തരം റെക്കോർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടോം ക്രൂസ് അഭിനയിച്ചിട്ടുള്ള ഒരു മനോഹരമായ സൈഫൈ ത്രില്ലറാണ് വനില സ്കൈ. ഇത്തരം നമ്പർ സ്റ്റേഷനുകൾ ഡ്രഗ് ട്രാഫിക്കിംഗ് പോലുള്ള കുറ്റകൃത്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഏറ്റവും രസകരമായൊരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് കാണുന്ന പല നമ്പർ സ്റ്റേഷനുകൾക്ക് പിന്നിലും MI6 ആണ് എന്നതാണ്. MI6 എന്നാൽ മിഷൻ ഇമ്പോസിബിൾ 6 അല്ല. SISന്റെ സീക്രട്ട് ഇന്റലിജൻസിന്റെ ഒരു രഹസ്യ കോഡാണ് MI6. അവർ ഇരകോർത്തിടുന്ന ഒരു ചൂണ്ടയാണ് ഇത്തരം നമ്പർ സ്റ്റേഷനുകൾ. ലോകമെമ്പാടുമുള്ള നമ്പർ സ്റ്റേഷനുകളിൽ നിന്നും ഡാറ്റ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ഗ്രൂപ്പാണ് എനിഗ്മ 2000. അവരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്നു UVB-76 എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷൻ ഒരു നമ്പർ സ്റ്റേഷൻ അല്ല എന്ന്. അതിന് കാരണമായി അവർ പറയുന്നത് എല്ലാ നമ്പർ സ്റ്റേഷനുകൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് എന്നാണ്. അത്തരം നമ്പർ സ്റ്റേഷനുകളെല്ലാം അവരുടെ പ്രക്ഷേപണത്തിന് മുമ്പ് ഒരു കോൾ സൈൻ നൽകാറുണ്ട്. ആ കോൾ സൈനാണ് അവരുടെ മോണിക്കർ, അവരുടെ പേര്. അതായത് ലിങ്കൺ ഷെയർ പോച്ചർ എന്ന് പറയുന്ന നമ്പർ സ്റ്റേഷൻ അവർ എന്ത് പ്രക്ഷേപണം ചെയ്താലും അതിനു മുമ്പേ ഒരു കോൾ സൈനായിട്ട് നൽകുന്നത് ലിങ്കൺ ഷെയർ പോച്ചർ എന്ന ഒരു നാടോടി പാട്ടാണ്. അതിൻ്റെ 2 വരിയാണ്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ അവർ പ്രക്ഷേപണം ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ നമ്പർ സ്റ്റേഷനെ നമ്മൾ ലിങ്കൺ ഷെയർ പോച്ചർ എന്ന് വിളിക്കുന്നത്. എന്നാൽ UVB-76 അത്തരത്തിലുള്ളൊരു സ്വഭാവം കാണിക്കുന്നില്ല. അതുമാത്രമല്ല UVB-76 എന്ന് പറയുന്ന റേഡിയോ സ്റ്റേഷന് നിഗൂഢമായ മറ്റൊരു സ്വഭാവമാണുള്ളത് എന്ന് എനിഗ്മ 2000 പറയുന്നു. അപ്പോഴും നമ്മുടെ മുമ്പിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്. ആരാണ് UVB-76 പിന്നിൽ? എന്താണ് UVB-76 ഉദ്ദേശം? ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു റേഡിയോ സ്റ്റേഷൻ പോവറോയിൽ നിർമ്മിച്ചത് സോവിയറ്റുകൾ തന്നെയാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം പോവറോവോ സൈന്യത്തിന്റെ കീഴിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം അതീവ രഹസ്യം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴും UVB-76 നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത്, അവർ വിശ്വസിക്കുന്നത് സൈന്യം മറന്നുപോയ ഒരു നോഡ് മാത്രമാണ് UVB-76 എന്നും അതുപോലെ തന്നെ ലോകത്തുള്ള പല രാജ്യങ്ങളിലിരിക്കുന്ന രഹസ്യചാരന്മാർക്ക് സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു നോഡാണ് UVB-76 എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചില ആളുകൾ കൂടി UVB-76 നിരീക്ഷിക്കാറുണ്ട്. അതായത് ഇതിലെ ബസർ ശബ്ദം കേട്ട് സന്തോഷം മാത്രം നേടുന്നു. ഈ ഒരു ബസർ ശബ്ദത്തിലൂടെ ആനന്ദം നേടുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന മറ്റൊരു സിദ്ധാന്തം കൂടി ഇതിനു പിറകിലുണ്ട്. ഇതൊരു ഡെഡ് ഹാൻഡ് ആണ് എന്ന് വിശ്വസിക്കുന്നവർ. എന്താണ് ഡെഡ് ഹാൻഡ്? ഡെഡ് ഹാൻഡ്, എ ഡൂംസ്ഡേ ഡിവൈസ്. അതായത് സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ മുകളിൽ വർഷിക്കാനായി കാത്തുവച്ചിരിക്കുന്ന ലോകം മുഴുവൻ നശിപ്പിക്കാൻ പ്രഹരശേഷിയുള്ള ചില മിസൈലുകൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനു മുന്നോടിയായാണ് നാം ഈ കേൾക്കുന്ന ബീപ് ശബ്ദം. അത് അമേരിക്കയുടെ മുകളിൽ വർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗണ്ട് ഡൗൺ ആണ് നമ്മൾ ഷോർട്ട് വേവ് റേഡിയോ സിഗ്നലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. UVB-76
അഥവാ ദ ബസർ എന്ന നിഗൂഢ റേഡിയോ സ്റ്റേഷനെ കുറിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇത്തരം സൈഫർ നമ്മളിലേക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പോവറോവോയിലെ ആ മിനി മിലിറ്ററി സിറ്റി ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ആ വിജനമായ പ്രദേശത്തിന് ചുറ്റും മതിലുകളും തുരുമ്പിച്ച ഗേറ്റുകളും സൈനിക വാഹനങ്ങളുമാണ്. എന്നാൽ അവിടെ സൈനികരില്ല, വൈദ്യുതീകരിച്ച ഗേറ്റുകളില്ല. വിജനമായ ആ പ്രദേശത്തിലെ തുരുമ്പിച്ച ടവറിൽ നിന്നും ഇപ്പോഴും ആ ബസർ ശബ്ദം പ്രക്ഷേപണം ചെയ്യുന്നു. 4625 kHz എന്ന് ട്യൂൺ ചെയ്താൽ നിങ്ങൾക്കും കേൾക്കാം നിഗൂഢമായ ആ ബീപ് ശബ്ദം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരം. അതുകൊണ്ട്